ജമ്മുകശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സുരക്ഷാ സേന. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർത്തു. ബന്ദിപ്പോരയിൽ ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ സേന വധിച്ചു. അതിർത്തിയിൽ കനത്ത വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. പെഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ 2 പേരുടെ വീടുകളാണ് തകർത്തത്. ത്രാലിലെ മൊംഗാമയിലാണ് ആസിഫ് ഷെയ്ഖിന്റെ വീട്. ഇയാളുടെ മാതാപിതാക്കളും സഹോദരിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവരെ ഇന്നലെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. അനന്താങ്കിൽ തന്നെയുള്ള ബിജ് ബെഹാരയിലാണ് ആദിൽ തോക്കറിന്റെ വീട്. വീട് തകർക്കാൻ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു. സൈന്യവും പ്രാദേശിക ഭരണകൂടവും ചേർന്നാണ് വീട് തകർത്തത്. അതിർത്തിയിൽ ഇന്നും കനത്ത വെടിവെപ്പ് നടന്നു. ബന്ദിപ്പോരയിൽ ലഷ്കർ-ഇ-തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലിയെ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിൽ സൈന്യം വധിച്ചു. വെടിവെപ്പിൽ 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെഹൽഗാം ആക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് ഹമാസിന്റെ പിന്തുണയും കിട്ടിയെന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതിയാണ് പാക് അധീന കശ്മീരിൽ ഹമാസ് ഭീകരർ എത്തിയ കാര്യം പറഞ്ഞത്. ഇരു സംഘടനകളും സഹകരിക്കുന്നതായാണ് വിവരം. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഒരു സംഗീത നിശയ്ക്കിടെ നിരപരാധികളെ വധിച്ച ഹമാസ് രീതി തന്നെയാണ് പഹൽഗാമിലും കണ്ടതെന്നും സ്ഥാനപതി റൂവൻ അസർ പറഞ്ഞു. 24 ഡൽഹി.